കൂട്ടുകാരെ നമ്മളിന്ന് ഉണക്കക്കൊള്ളിയും ബീഫാണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഉണക്കക്കൊള്ളി ഞാൻ ഒരു മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളത് കുക്കറിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് ബീഫ് ഞാൻ സെപ്പറേറ്റ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ബീഫും കൊള്ളിയും കൂടി ഒരുമിച്ചും കൂടിയും കുക്കറിൽ ഒരു പ്രാവശ്യം കൂടി അടിച്ചു. അപ്പോൾ ഞാൻ ബീഫ് ഇതേ കവറിൽ നിന്ന് എടുത്ത് പൊട്ടിച്ചിടുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനതെല്ലാം സെറ്റാക്കിയിട്ടു. അപ്പോൾ വീഡിയോ ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല, ഷോർട്സ് ആയതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബീഫും കൊള്ളിയൊക്കെ സെറ്റായിട്ടുണ്ട്. വേഗം ഞാൻ കട്ടൻ കാപ്പി ഉണ്ടാക്കി. കട്ടൻ ചായയാണ്, കാപ്പിയല്ല കേട്ടോ, കട്ടൻ ചായ ഉണ്ടാക്കി. പിന്നെ കുറച്ച് സവാള കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ ബീഫും കൊള്ളിയും സെപ്പറേറ്റ് ആയിട്ട് ഞാനിത് ആ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, അസാധി ചൂടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫിന് നല്ല നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഒരു പ്രത്യേക നെയ്യുള്ള ബീഫാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചക്കയിട്ട് വയ്ക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കിട്ടിയ പാടനെ വായെല്ലാം പൊള്ളി. ഭയങ്കര ചൂടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ നെയ്യുള്ള ബീഫും കൊള്ളിയിട്ട് വെച്ചാൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ ചക്ക ഇട്ട് വെച്ചാലും അടിപൊളിയാണ്.